Hello there, welcome to a new video of Learn with Sob. So, നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മൊഡ്യൂൾ 6 ആണ്. അപ്പോൾ മൊഡ്യൂൾ 6ന്റെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് തിയറി ഓഫ് കോളംസ്. ഓക്കെ, ഇനി നമ്മൾ കോളത്തിലെ കുറച്ച് കാര്യങ്ങളാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പം കോളം എടുക്കുമ്പോൾ ബേസിക്കലി നിങ്ങൾക്കറിയാം കോളം എന്ന് പറയുന്ന ഒരു വെർട്ടിക്കൽ സ്ട്രക്ചറൽ മെമ്പറാണ്. ഓക്കെ, അവിടെ എന്ത് ടൈപ്പ് ലോഡിംഗ് ആണ് വരുന്നത്? ബേസിക്കലി എന്താണ് കംപ്രസീവ് നേച്ചറുള്ള അല്ലെങ്കിൽ കംപ്രസീവ് ലോഡാണ് കോളത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ വരുന്നത്. ഇനി കോളത്തിൽ വരുന്ന ലോഡ് എങ്ങനത്തെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം കോളത്തിൽ രണ്ട് ടൈപ്പ് ലോഡുകളാണ് മെയിനായിട്ടും വരുന്നത്. ഒന്നെന്ന് പറയുന്നത് ആക്സിയൽ ലോഡും മറ്റൊന്ന് എസെൻട്രിക് രീതിയിലുള്ള ലോഡിങ്ങുമാണ് വരുന്നത്. രണ്ട് ടൈപ്പ് ലോഡിംഗ് ആണ് വരുന്നത്. ഒന്ന് ആക്സിയൽ ലോഡിങ്, മറ്റൊന്ന് എസെൻട്രിക് ലോഡിങ്. ആക്സിയൽ ലോഡിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതൊരു കോളമാണെങ്കിൽ ഇതതിൻ്റെ ആക്സിസ് ആണെങ്കിൽ ഈ ഒരു ആക്സിസ് തന്നെയാണ് ആ ലോഡ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അതിന് നമുക്ക് എന്താണ് ആക്സിയൽ ലോഡെന്ന് പറയാം. ഓക്കെ, ഇതൊരു കോളമെന്ന് കൺസിഡർ ചെയ്യുക. ഇത് അതിൻ്റെ ആ കോളത്തിൻ്റെ ആക്സിസ് ആണെങ്കിൽ ആ ഒരു ആക്സിസിൽ തന്നെയാണ് ആ ഒരു ലോഡ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ആ ഒരു പി എന്ന് പറയുന്ന ലോഡ് വരുന്നതെങ്കിൽ അതിന് നമ്മൾ ആക്സിയൽ ലോഡ് എന്ന് പറയും. ഓക്കെ, അപ്പം ആക്സിയൽ ലോഡിൻ്റെ കേസിൽ എന്താണ് ആക്സിയൽ ലോഡ് വരുമ്പോഴത്തേക്കും അവിടെ വരുന്ന ഒരു ഗുണിതമെന്ന് വെച്ചാൽ ആക്സിയൽ ലോഡ് വരുമ്പോഴത്തേക്കും ആക്സിയൽ ലോഡിനകത്ത് എന്താണ് കംപ്രസീവ് സ്ട്രെസ് മാത്രമേ കാണൂ. ആക്സിയൽ ലോഡ് കാരണം അവിടെ എന്താണ് ആ കോളത്തിൽ കംപ്രസീവ് സ്ട്രെസ് മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടടുത്താണ് എസെൻട്രിക് ലോഡിങ്. എസെൻട്രിക് ലോഡിങ് എന്നാൽ എസെൻട്രിസിറ്റി എന്നൊക്കെ പറയുന്നത് അതായത് എന്താണ് ആക്സിസിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് മാറി, അതായത് ലോഡ് ആക്ട് ചെയ്യുന്നത് ഈ ഒരു ആക്സിസിന് പാരലായിട്ടാണെങ്കിൽ, അതായത് ഇതൊരു ആക്സിസാണ് നമ്മുടെ ലോഡിൻ്റെ പാത്ത് എന്ന് പറയുന്നത് എന്താണ് ഈ ലോഡ് ആക്ട് ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. അപ്പം ബേസിക്കലി എന്താണ് ആക്സിസിന് പാരലായിട്ടാണ് ആ ഒരു ലോഡിങ് വരുന്നത്. അപ്പം ആ ഒരു ഡിസ്റ്റൻസ് ഒരു എക്സ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ലോഡ് വരുന്നതെങ്കിൽ ആക്സിസിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ലോഡ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ എസെൻട്രിക് ലോഡിംഗ് എന്ന് പറയും. അപ്പം ഈ ഒരു ആക്സിസും ആ ഒരു ലോഡ് അപ്ലൈ ചെയ്ത ആ ഒരു ആക്സിസുമായിട്ട് ഉള്ള ഡിസ്റ്റൻസിന് നമ്മൾ ഇ എന്ന് പറയും, നമ്മൾ എസെൻട്രിസിറ്റി എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന ലോഡിന് നമ്മൾ എസെൻട്രിക് ലോഡ് എന്ന് പറയും. അപ്പം എസെൻട്രിക് ലോഡിൻ്റെ പ്രത്യേകത നോക്കുവാണെങ്കിൽ അവിടെ എന്താണ് അവിടെ വരുവാണെങ്കിൽ രണ്ട് ടൈപ്പാണ് വരുന്നത്. അവിടെ കംപ്രസീവ് നേച്ചറും വരും, അതായത് കംപ്രസീവ് സ്ട്രെസ്സും വരും, അതുപോലെ എന്താണ് ടെൻസൈൽ സ്ട്രെസ്സും വരും. അപ്പം എസെൻട്രിക് ലോഡിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ എന്താണ് കംപ്രസീവ് സ്ട്രെസ്സും വരും, ടെൻസൈൽ സ്ട്രെസ്സും വരും. പക്ഷേ ആക്സിയൽ ലോഡിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലോ അവിടെ കംപ്രസീവ് സ്ട്രെസ് മാത്രമേ വരത്തുള്ളൂ. ഇനി നമ്മൾ പഠിക്കേണ്ടത് എന്താണ് കോളത്തിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് എന്താണ് വാട്ട് ഇസ് ലോങ് കോളം, വാട്ട് ഇസ് ഷോർട്ട് കോളം. നമുക്ക് നമ്മൾ അടുത്ത എന്താണ് ഷോർട്ട് കോളം എന്താണ്, ലോങ് കോളം എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് വാട്ട് ഇസ് ലോങ് കോളം, വാട്ട് ഇസ് ഷോർട്ട് കോളം. നമ്മളിപ്പം ഫെർദർ ഒത്തിരി ഡീറ്റെയിലോട്ട് പോകുന്നില്ല, ജസ്റ്റ് ഒരു ഐഡിയ തരാം നിങ്ങൾക്ക് എന്താണ് ലോങ് കോളം എന്താണ് ഷോർട്ട് കോളം എന്നുള്ളത്. ഇപ്പോൾ ലോങ് കോളം എന്ന് പറയുമ്പോൾ ബേസിക്കലി ലാറ്ററൽ ഡയമെൻഷൻസ്, അതായത് ഒരു കോളത്തിൻ്റെ ലാറ്ററൽ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്ത്തിനെക്കാട്ടും ചെറുതാണെങ്കിൽ അതിനെയാണ് നമ്മൾ ലോങ് കോളം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പം കോളം ഹൂസ് ലാറ്ററൽ ഡയമെൻഷൻ ഇസ് വെരി സ്മോൾ വെൻ കമ്പയർഡ് ടു ഇറ്റ്സ് ലെങ്ത്തിനെയാണ് നമ്മൾ ലോങ് കോളം എന്ന് പറയുന്നത്. അപ്പം ഒരു കോളത്തിൻ്റെ ലാറ്ററൽ ഡയമെൻഷൻസ് നോക്കുമ്പോഴത്തേക്ക് ബാക്കിയുള്ള രണ്ട് ഡയമെൻഷൻസ് നോക്കുമ്പം അത് ഹൈറ്റിനെക്കാട്ടും വളരെ ചെറുതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അതിനെയാണ് ലോങ് കോളം എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് കോളം ഹൂസ് ലാറ്ററൽ ഡയമെൻഷൻസ് വെരി ലാർജ് വെൻ കമ്പയർഡ് ടു ഇറ്റ്സ് ലെങ്ത്. അപ്പോൾ ലെങ്ത് വെച്ച് നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ ലാറ്ററൽ ഡയമെൻഷൻസ് വളരെ വലുതാണെങ്കിൽ അതിനെന്താണ് നമ്മൾ ഷോർട്ട് കോളം എന്ന് പറയും. ഇനി ഫെയിലിയർ മോഡ് വരുന്നത്, അതായത് ഷോർട്ട് കോളത്തിലും അതുപോലെ ലോങ് കോളത്തിലും ഫെയിലിയേഴ്സ് ഉണ്ടാകുന്ന രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഷോർട്ട് കോളം എടുക്കുമ്പോഴത്തേക്കും ബേസിക്കലി അവിടെ കംപ്രസീവ് സ്ട്രെസ്സ് കൊണ്ടിട്ടാണ്, അതായത് ഒരു കോളത്തിൽ ലോഡ് ആക്ട് ചെയ്യുന്നു, അപ്പോൾ ആ കോളത്തിലുണ്ടാകുന്ന എക്സസീവ് കംപ്രസീവ് സ്ട്രെസ്സ് കൊണ്ടിട്ടാണ് എന്താണ് ഷോർട്ട് കോളംസ് ഫെയിൽ ആവുന്നത്. പക്ഷെ നമ്മൾ ലോങ് കോളംസ് നോക്കുവാണെങ്കിൽ അവിടെ എന്താണ് മെയിനായിട്ടും കംപ്രസീവ് സ്ട്രെസ് അവിടെ ഒരു എഫക്റ്റ് വരുന്നില്ല. അവിടെ കൂടുതലായിട്ടും എന്താണ് ബക്ലിംഗ് കാരണമാണ് എന്താണ് അല്ലെങ്കിൽ ബെൻഡിങ് കാരണമാണ് ആ ഒരു കോളം ഫെയിൽ ആവുന്നത്. ഓക്കെ, അപ്പോൾ ലോങ് കോളത്തിൻ്റെ കേസിലെടുക്കുവാണെങ്കിൽ കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുന്നത് ആ ഒരു ഫെയിലിയർ, അതായത് ആ ഒരു കോളം പൊളിഞ്ഞു വീഴുന്ന അല്ലെങ്കിൽ ജസ്റ്റ് ആ പൊളിയാൻ പോകുന്ന ആ സമയമുണ്ടല്ലോ ആ ഒരു ഫെയിലിയർ ടൈമിലുണ്ടാകുന്ന കംപ്രസീവ് സ്ട്രെസ്സിൻ്റെ വാല്യൂ നോക്കുവാണെങ്കിൽ അലോബിൾ കംപ്രസീവ് സ്ട്രെസ്സിനെക്കാട്ടും വളരെ ചെറുതായിരിക്കും. അപ്പം മെയിനായിട്ടും ലോങ് കോളം എടുക്കുകയാണെങ്കിൽ എന്താണ് അവിടുത്തെ ബക്ലിംഗ് കാരണമാണ് ആ കോളം ഫെയിൽ ആവുന്നത്. വേറെ നമ്മൾ ഷോർട്ട് കോളം നോക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആ ലോഡ് അപ്ലൈ ചെയ്തിട്ട് ആ സമയത്ത് ഉണ്ടാകുന്ന എക്സസീവ് കംപ്രസീവ് സ്ട്രെസ് കൊണ്ടിട്ടാണ് ആ ഒരു ഷോർട്ട് കോളം ഫെയിൽ ആവുന്നത്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഈ ഷോർട്ട് കോളത്തിനകത്തുള്ള എന്താണ് ഡയറക്റ്റ് സ്ട്രെസ് ഒക്കെ എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഡയറക്റ്റ് സ്ട്രെസ് ഇൻ ഷോർട്ട് കോളം. ഓക്കെ, നമ്മൾ ആദ്യം നോക്കുന്നത് ഷോർട്ട് കോളാണ്. അപ്പം എന്താണ് ഡയറക്റ്റ് സ്ട്രെസ്? നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ് ഷോർട്ട് കോളത്തിൽ നമ്മൾ പറഞ്ഞു രണ്ട് ടൈപ്പ് ലോഡിംഗ് ആണ് കോളത്തിൽ വരുന്നത്. ഷോർട്ട് കോളത്തിലല്ല, രണ്ട് ടൈപ്പ് ലോഡിംഗ് ആണ് ബേസിക്കലി കോളത്തിൽ വരുന്നത്. ഒന്ന് ഞാൻ പറഞ്ഞിരുന്നത് എന്താണ് ഡയറക്റ്റ് അല്ലെങ്കിൽ ആക്സിയൽ ലോഡിങ്ങും
മറ്റൊന്ന് ഒരു ഡിസ്റ്റൻസ് മാറിയിട്ട് ഒരു എക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് മാറിയിട്ട് ആക്സസിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് മാറിയിട്ട് ആക്ട് ചെയ്യുന്ന ലോഡായിരുന്നു. ഓക്കെ, അതിനെ എസെൻട്രിക് ലോഡിംഗ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ആക്സിയൽ ലോഡിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആക്സിയൽ ലോഡ് കാരണം, അപ്പോൾ ഞാനിവിടെ പി എന്ന് പറയുന്ന ഒരു ലോഡ് അപ്ലൈ ചെയ്തു, അത് ആക്സിസിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണ് ഡയറക്റ്റ് ലോഡാണ്. അല്ലെങ്കിൽ അപ്പം ഡയറക്റ്റ് ലോഡ് കാരണം അല്ലെങ്കിൽ ആക്സിയൽ ലോഡ് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്സിനെയാണ് നമ്മൾ ഡയറക്റ്റ് സ്ട്രെസ് എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ ഡയറക്റ്റ് കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയും. കാരണം എന്താണ്, കംപ്രസീവ് സ്ട്രെസ്സാണ് എന്താണ് ഷോർട്ട് കോളത്തിൽ ഉണ്ടാകുന്നത്. അപ്പം സ്ട്രെസ് ഡ്യൂ ടു ആക്സിയൽ ലോഡ്, അപ്പോൾ പി എന്ന് പറയുന്ന ലോഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ആ ലോഡ് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്സിനെയാണ് നമ്മൾ എന്താണെന്ന് പറയുന്നത് ഡയറക്റ്റ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് സ്ട്രെസ് എന്ന് പറയുന്നത് എപ്പോഴും ആ ഒരു ക്രോസ് സെക്ഷൻ ഏരിയയ്ക്ക് നോർമലായിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പം ഈ ഡയറക്റ്റ് സ്ട്രെസ് എന്ന് പറയുന്നത് എപ്പോഴും നോർമലായിട്ടായിരിക്കും നിൽക്കുന്നത്. അതെന്ന് പറയുന്നത് എന്താണ്, യൂണിഫോം ആയിരിക്കും ആ ഒരു ക്രോസ് സെക്ഷൻ ഏരിയ. അപ്പം ഒരു കോളം എടുക്കുകയാണെങ്കിൽ ആ ഒരു സെക്ഷൻ്റെ ആ ഒരു ക്രോസ് സെക്ഷൻ ഏരിയയോട് യൂണിഫോം ആയിട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പം ബേസിക്കലി ഡയറക്റ്റ് സ്ട്രെസ് ഇസ് നോർമൽ ടു ദ ക്രോസ് സെക്ഷൻ ഏരിയ ആൻഡ് ഓൾസോ ഇറ്റ് ഇസ് യൂണിഫോം ത്രൂ ഔട്ട് ദ സെക്ഷൻ. അപ്പം സോ ജസ്റ്റ് ലെറ്റ്സ് കൺസിഡർ ഇറ്റ്സ് എ ലോഡ് പി ആണ്. ഓക്കെ, പി ആണെന്ന ഒരു ലോഡ് ഇസ് ആക്ടിങ്, അവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് ആക്ട് ചെയ്യുന്ന ഏരിയ എ ആണെങ്കിൽ നമുക്ക് അവിടുത്തെ ആക്സിയൽ അല്ലെങ്കിൽ ഡയറക്റ്റ് കംപ്രസീവ് സ്ട്രെസ് അല്ലെങ്കിൽ ഡയറക്റ്റ് സ്ട്രെസ് സിഗ്മ സി എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടും, പി ബൈ എ ആയിട്ട് കിട്ടും. ഒബ്വിയസ്ലി നമുക്കറിയാം സ്ട്രെസ് ഇസ് ഈക്വൽ ടു ലോഡ് ബൈ ഏരിയ ആണ്. അപ്പം ഇവിടെ സിഗ്മ സി എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ സിഗ്മ സി ഇസ് ഈക്വൽ ടു പി ബൈ എ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. അപ്പം ഈ ഒരു ലോഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഉള്ള ഒരു സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷനാണ് നിങ്ങളിവിടെ കാണുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു ഡയറക്റ്റ് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷനാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം നമുക്ക് സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു കോളം എന്താണ് ഫെയിൽ ആവണമെങ്കിൽ ഒരു അലോവബിൾ കംപ്രസീവ് സ്ട്രെസ് ഉണ്ടാവും അല്ലേ. ഒരു സ്ട്രെസ് ഒരു അലോവബിൾ ഒരു ലിമിറ്റ് കാണും. ആ ലിമിറ്റിന് മുകളിലോട്ട് പോകുമ്പോഴായിരിക്കുമല്ലോ അവിടെ എന്താണ് ഫെയിലിയർ സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സിഗ്മ സി ആണ് അവിടുത്തെ അലോവബിൾ കംപ്രസീവ് സ്ട്രെസ് എന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, സിഗ്മ സി ആണ് നമ്മൾ അവിടെ ആ ഒരു കോളത്തിൻ്റെ അലോവബിൾ ആയിട്ടുള്ള കംപ്രസീവ് സ്ട്രെസ് സിഗ്മ സി ആണ്. അതിൻ്റെ ഏരിയ എ ആണെങ്കിൽ നമുക്ക് ആ ലോഡ്, അതായത് ആ ഒരു ക്രിട്ടിക്കൽ ലോഡ് അല്ലെങ്കിൽ ആ ഒരു ഫെയിലിയറിൻ്റെ ആ ഒരു ലോഡ് ക്രിട്ടിക്കൽ ലോഡ് നമുക്ക് എങ്ങനെയാണ് പി സി ഇസ് ഈക്വൽ ടു സിഗ്മ സി ഇൻറ്റു എ എന്നും പറഞ്ഞ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ബേസിക്കലി നമ്മൾ ഡയറക്റ്റ് സ്ട്രെസ് എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് പഠിച്ചു. ഇനി എന്താണ് ഒരു അലോവബിൾ ലിമിറ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു ക്രിട്ടിക്കൽ ലോഡിൻ്റെ ഇക്വേഷനാണ് നമ്മൾ പി സി ഇസ് ഈക്വൽ ടു സിഗ്മ സി ഇൻറ്റു എ എന്നും പറഞ്ഞ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് വരുന്നത് എന്താണ്, ഈ ഷോർട്ട് കോളത്തിൽ ഡയറക്റ്റ് സ്ട്രെസ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്നത് ബെൻഡിങ് ആണ്. അപ്പം അടുത്ത ടോപ്പിക്ക് ബെൻഡിങ് ഇൻ ഷോർട്ട് കോളം എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ബെൻഡിങ് സ്ട്രെസ് ഇൻ ഷോർട്ട് കോളം. ഓക്കെ, നമ്മൾ ആദ്യം പഠിച്ച ഡയറക്റ്റ് സ്ട്രെസ് ആയിരുന്നു. ഡയറക്റ്റ് സ്ട്രെസ് എന്തുകൊണ്ടുണ്ടാകുന്ന ആക്സിയൽ ലോഡ് കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്സിനെയാണ് നമ്മൾ ഡയറക്റ്റ് സ്ട്രെസ് എന്നോ ഡയറക്റ്റ് കംപ്രസീവ് സ്ട്രെസ് എന്നോ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അടുത്ത ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ബെൻഡിങ് സ്ട്രെസ് ഇൻ ഷോർട്ട് കോളമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ബെൻഡിങ് സ്ട്രെസ്? നമ്മൾ പറഞ്ഞു രണ്ട് ലോഡിങ് കണ്ടീഷനായിരുന്നു ഉണ്ടായിരുന്നത് കോളത്തിന്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ, ഒന്ന് ആ ഒരു പോയിന്റ് ഓഫ്, അതായത് ആ ഒരു കോളത്തിൻ്റെ ആക്സിസിൽ കൂടെ പാസ് ചെയ്യുന്നതും മറ്റൊന്ന് എന്താണ് ഒരു ഡിസ്റ്റൻസ് മാറിയിട്ടായിരിക്കും പാസ് ചെയ്യുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ എന്താണ് എസെൻട്രിക് ലോഡിങ് എന്ന് പറയും. അപ്പം ഈ ഒരു ഫിഗർ നിങ്ങൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഈ ഒരു പാത്താണ്, ഈ ഒരു ആക്സസാണ് കോളത്തിൻ്റെ ആക്സസ് എന്ന് പറയുന്നത്. ആ ഒരു ആക്സസിന് പാരലായിട്ടൊരു ആക്സസ് നിങ്ങൾക്ക് കാണാം. അതെന്ന് പറയുന്നത് ആ ലോഡ് അപ്ലൈ ചെയ്ത പാത്താണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോളത്തിൽ ആ ലോഡ് അപ്ലൈ ചെയ്ത പാത്താണ് നിങ്ങൾ ഈ കാണുന്നത്. അതെന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ആക്സസ് ഓഫ് കോളത്തിന് പാരലായിട്ടായിരിക്കും വരുന്നത്. അപ്പം ഈ ഒരു കോളത്തിൻ്റെ ആക്സസും ആ ഒരു ലോഡിൻ്റെ ആക്സസും തമ്മിൽ ഇടയ്ക്കുള്ള ഒരു ഡിസ്റ്റൻസിന് നമ്മൾ ഇ എന്ന് വിളിച്ചു. ആ ഇനെ നമുക്ക് എന്താണ് എസെൻട്രിസിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്താണ് എസെൻട്രിക് ലോഡിങ് കണ്ടീഷൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ആക്സിയൽ ലോഡ് വന്ന കേസിൽ ഞാൻ എടുത്തു പറഞ്ഞു അവിടെ എന്താണ് ഒരു ഡയറക്റ്റ് കംപ്രസീവ് സ്ട്രെസ് മാത്രമാണ് അവിടെ ഡെവലപ്പ് ആയിക്കൊണ്ടിരുന്നത്. ഓക്കെ, ഇപ്പം ഇവിടെ ബെൻഡിങ് ഇവിടെ എന്താണ് ഒരു എസെൻട്രിക് ലോഡിങ്ങിൻ്റെ കേസ് എടുക്കുമ്പോഴത്തേക്കും അവിടെ ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ബെൻഡിങ് ആസ് വെൽ ആസ് കംപ്രസീവ് സ്ട്രെസ് എന്നാണ് വരുന്നത്. ഓക്കെ, സോ യു ക്യാൻ സീ ഹിയർ ഇവിടെ എന്താണ് നമുക്ക് ഇതാണ് ഒരു ആക്സിയൽ ലോഡിങ്, ഇതാണ് എസെൻട്രിക് ലോഡിങ്. അതിനെന്താണ് രണ്ട് ടൈപ്പാണ് അവിടെ. ഒന്ന് അവിടെ എന്താ കംപ്രസീവ് സ്ട്രെസ് ഉണ്ട്. ഈ പടം എന്ന് പറയുന്ന ഈ ഒരു ഫിഗറും ഈ ഒരു സ്ട്രെസ് ഡയഗ്രാം നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ഡയറക്റ്റ് സ്ട്രെസ്സിൻ്റെ സെയിം ആണ്. അവിടെ എന്താണ് അപ്പോൾ ഒരു കംപ്രസീവ് സ്ട്രെസ്സും വരും, അവിടെ എന്താണ് ഒരു മൊമെൻറ്റും വരും. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് അവിടെ വരുന്നത്. അപ്പോൾ ഒരു ഷോർട്ട് കോളത്തിൽ എസെൻട്രിക് ലോഡിങ് വരുമ്പോഴത്തേക്ക് അവിടെ എന്താണ് കംപ്രസീവ് സ്ട്രെസ്സും വരും, അതുപോലെ തന്നെ എന്താണ് മൊമെൻറ്റും വരും. മൊമെൻറ്റ് വരുന്നത് എന്തുകൊണ്ടാണ് എം ഇസ് ഈക്വൽ ടു പി ഇൻറ്റു എന്ന് എഴുതാം. കാരണം എന്താണ് ഈ ഒരു ലോഡ് ആക്ട് ചെയ്യുന്നത് ഇ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് മാറിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ആ പി ഇൻറ്റു
ഈ ഡിസ്റ്റൻസ് ഇ ആണ്. അപ്പോൾ ആ ഇതൊരു മൊമെൻ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യത്തില്ലേ, ഒരു ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ഈ കോളത്തിൽ അത് ക്രിയേറ്റ് ചെയ്യും. അപ്പം ഒരു കംപ്രസീവ് സ്ട്രെസ് കൊണ്ട് ഒരു മൊമെൻറ്റും ഉണ്ടാവും. ഓക്കെ, രണ്ടിൻ്റെയും എഫക്റ്റ് ആയിരിക്കും അവിടെ വരുന്നത്. അപ്പോൾ ബെൻഡിങ് സ്ട്രെസ് ഇൻ ഷോർട്ട് കോളം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എന്താണ് കംപ്രസീവ് സ്ട്രെസ്സും വരുന്നുണ്ട്, അതുപോലെ എന്താണ് ബെൻഡിങ്ങും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലോഡിങ് നോക്കുവാണെങ്കിൽ നമുക്കറിയാം ആക്സിയൽ ലോഡ് കൊണ്ടുകൊണ്ട് അതുപോലെ എന്താണ് ആ ഒരു മൊമെൻ്റ് അല്ലെങ്കിൽ ആ ഒരു ബെൻഡിങ് കാരണവും അവിടെ സ്ട്രെസ് ഉണ്ടാവും. അപ്പം ഫസ്റ്റ് നമ്മൾ ആക്സിയൽ ലോഡ് കൊണ്ടുണ്ടാവുന്ന കംപ്രസീവ് സ്ട്രെസ്സിനെ സിഗ്മ C1 എന്ന് ഞാൻ ഡിനോട്ട് ചെയ്യുവാണ്. അപ്പോൾ സിഗ്മ C1 = P/A. ഓക്കെ, അപ്പോൾ നമ്മുടെ കംപ്രസീവ് സ്ട്രെസ് ആക്സിയൽ ലോഡ് കൊണ്ടിട്ടുള്ള കംപ്രസീവ് സ്ട്രെസ്സാണ് സിഗ്മ C1 എന്ന് പറയുന്നത്. സിഗ്മ C1 = P/A എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. ഇനി എന്താണ് ആ ഒരു ബെൻഡിങ് കാരണം, ആ ഒരു മൊമെൻറ്റ് കാരണം ഉണ്ടാവുന്ന സ്ട്രെസ്സിനെ സിഗ്മ B എന്ന് പറഞ്ഞു. അതിനെന്താണ് ബെൻഡിങ് സ്ട്രെസ് M/Z ആണ്. ഇനി നോക്കുവാണെങ്കിൽ സിഗ്മ ബിയുടെ ഒരു നേച്ചർ നോക്കുവാണെങ്കിൽ, സിഗ്മ ബി എന്നത് ബെൻഡിങ് സ്ട്രെസ്സാണ്. ആ ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ ഒരു നേച്ചർ നോക്കുവാണെങ്കിൽ അത് ഇന്നർ എഡ്ജസിലാണെങ്കിൽ, നമ്മളെന്തെടുക്കുന്ന ആ കോളത്തിൻ്റെ ഇന്നർ എഡ്ജസ് എടുക്കുവാണെങ്കിൽ അതൊരു കംപ്രസീവ് നേച്ചറാണ് കാണിക്കുന്നത്. ഔട്ടർ എഡ്ജ് നോക്കുവാണെങ്കിൽ അതൊരു ടെൻസൈൽ നേച്ചറാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബെൻഡിങ് സ്ട്രെസ്സിന് നമുക്കൊരു ഡുവൽ നേച്ചർ ഉണ്ടെന്ന് പറയാം. അകത്ത് നോക്കുവാണെങ്കിൽ കംപ്രസീവും പുറത്തെന്താണ് ടെൻസൈൽ ഇതാണ് അവിടെ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നർ എഡ്ജിൽ സിഗ്മ ബി ബെൻഡിങ് സ്ട്രെസ് സിഗ്മ C2 എന്ന് പറയാം. സിഗ്മ C2 എന്ന് പറഞ്ഞാൽ എന്താണ്, സിഗ്മ C1 എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ കംപ്രസീവ് സ്ട്രെസ് ആക്സിയൽ ലോഡ് കാരണമുള്ള കംപ്രസീവ് സ്ട്രെസ് സിഗ്മ C1 എന്ന് ഡിനോട്ട് ചെയ്യുന്നത്, ദാറ്റ് ഈസ് P/A. അപ്പോൾ ഇന്നർ എഡ്ജിൽ എന്താണ് അവിടെ ഒരു കംപ്രസീവ് സ്ട്രെസ് തന്നെയാണ്. അപ്പോൾ അതിനെ ഞാൻ ഡിനോട്ട് ചെയ്ത പേരാണ് സിഗ്മ C2. അതും എന്താണ് സിഗ്മ C2 P/A തന്നെയാണ്. ഔട്ടർ എഡ്ജിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഒരു ടെൻസൈൽ നേച്ചറുള്ള ഫോഴ്സ് ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ടെൻസൈൽ നേച്ചറുള്ള സ്ട്രെസ്സാണ് ബെൻഡിങ്ങിന് ഉണ്ടാകുന്നത്. അപ്പോൾ സിഗ്മ B = സിഗ്മ T എന്ന് പറയാം. സിഗ്മ T ഫോർ ടെൻസൈൽ. ഓക്കെ, അപ്പോൾ സിഗ്മ B = സിഗ്മ T. അപ്പം സിഗ്മ ബിയുടെ ഇക്വേഷൻ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്, M/Z ആണ്. M എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് മൊമെൻ്റ് ആണ്. മൊമെൻ്റ് ബൈ സെക്ഷൻ മോഡുലസ് Z ആണ്. സെക്ഷൻ മോഡുലസ് ഒക്കെ ഓൾറെഡി 4th മൊഡ്യൂളിലൊക്കെ പഠിച്ചാണ്. അപ്പം M/Z ആണ്. M = P/E ആണ്. ഓൾറെഡി നമുക്കറിയാം P/E/Z ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ഇന്നർ എഡ്ജിനകത്തുണ്ടാകുന്ന റിസൾട്ടൻറ്റ് സ്ട്രെസ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്നർ എഡ്ജ് എടുക്കുമ്പോഴത്തേക്കും ഓൾറെഡി എന്താണ് അവിടെ ആക്സിയൽ ലോഡ് കാരണം ഉണ്ടാകുന്ന കംപ്രസീവ് സ്ട്രെസ്സും ഉണ്ട്, അതുപോലെ എന്താണ് ഈ ബെൻഡിങ് കാരണം ഉണ്ടാകുന്ന കംപ്രസീവ് സ്ട്രെസ്സും ഉണ്ട്. അപ്പം സിഗ്മ C1 + സിഗ്മ C2 ഉണ്ട് എന്താണ് ഇന്നർ എഡ്ജിലെ റിസൾട്ടൻറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇനി ഔട്ടർ എഡ്ജ് എടുക്കാം. ഔട്ടർ എഡ്ജ് എടുക്കുമ്പോഴത്തേക്ക് അവിടെ എന്താണ് സിഗ്മ C1 അവിടെ എന്താണ് ആക്സിയൽ ലോഡ് കാരണമുള്ള കംപ്രസീവ് സ്ട്രെസ് ഉണ്ട്, അതേ മൈനസ് എന്താണ് അവിടെ ഉണ്ടാകുന്ന ടെൻസൈൽ ഫോഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പം ബേസിക്കലി രണ്ട് റിസൾട്ടൻറ്റ് സ്ട്രെസ് വരുമ്പോൾ രണ്ട് രീതിക്കാണ്. സിഗ്മ 1 + സിഗ്മ C2 ഇന്നർ എഡ്ജിൽ വരും. ഔട്ടർ എഡ്ജ് എടുക്കുമ്പോൾ സിഗ്മ C1 കാരണം ആക്സിയൽ ലോഡ് കാരണം ഉണ്ടാകുന്ന കംപ്രസീവ് സ്ട്രെസ് കൂടുതലായിരിക്കും. സിഗ്മ C1 - സിഗ്മ T ചെയ്യുമ്പോഴത്തേക്കും അവിടുത്തെ ആ ഒരു റിസൾട്ടൻറ്റ് നമുക്ക് കിട്ടും. അപ്പം ഇത്രയാണ് ബെൻഡിങ് സ്ട്രെസ് ഇൻ ഷോർട്ട് കോളത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ബേസിക്കലി നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞാൽ ലോങ് കോളത്തിൻ്റെ കേസാണ്. ലോങ് കോളത്തിൻ്റെ കേസിലാണ് കൂടുതലായിട്ടും എന്താണ് നമുക്ക് ഓയിലേഴ്സ് തിയറി അങ്ങനത്തെ കുറേ റാങ്കൈൻസ് ഫോമിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നതെല്ലാം എന്താണ് നമുക്ക് ലോങ് കോളത്തിലാണ്. സോ നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോണ ലോങ് കോളത്തിൻ്റെ കേസുകളാണ്.